പ്രിയപ്പെട്ടവരെ, ഇന്ന് ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്തെ പറ്റിയാണ്. അഹങ്കാരം പലതരത്തിലുണ്ട്, നമുക്കറിയാം അല്ലേ? ഓരോ കഴിവുകളുള്ളവർ അതിൽ അഹങ്കരിക്കുന്നവരാണെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ പൈസയുള്ളവർ അഹങ്കരിക്കുന്നവരാണെന്ന് പറയാറുണ്ട്, അധികാരമുള്ളവർ അധികാരത്തിന്മേൽ അഹങ്കരിക്കുന്നു എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇവിടെ പറയാൻ പോകുന്ന ആ അഹങ്കാരം മറ്റുള്ള അഹങ്കാരത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതൊരു അതുക്കും മേലെയുള്ള ഒരു അഹങ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളും സഞ്ചരിക്കേണ്ടി വരും. കാരണം ഇത് തുടക്കം മുതലേ കുറേ ബോറടി ആയിരിക്കും. കാരണം ചില കാര്യങ്ങൾ നമ്മളെ ഇരുന്ന് ചിന്തിച്ചാൽ മാത്രമാണ് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഏറ്റവും എൻഡിലേക്ക് അത് എത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ, ഇൻഡസ്ട്രിയൽ ജോബ്സിലൊക്കെ വർക്ക് ചെയ്തവർ, സേഫ്റ്റിയിലും അല്ലെങ്കിൽ എൻജിനീയറിങ് പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്തവർ, ഫാക്ടറികളിൽ വർക്ക് ചെയ്തവർ, മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്തവർ, അല്ലെങ്കിൽ കൂടുതലും ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്തവർ, സൂപ്പർവൈസർ ലെവൽ അല്ലെങ്കിൽ മാനേജർ ലെവലിലൊക്കെ വർക്ക് ചെയ്തവരൊക്കെ ചിലൊരു ഫോം അവരുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അസസ് ചെയ്തുകൊണ്ട് അവർ കടന്നു പോയിട്ടുണ്ടാകും. റിസ്ക് അസസ്മെൻറ്റ് ഫോം എന്നുള്ള രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അതായത് ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിലെന്തൊക്കെ റിസ്ക് അടങ്ങിയിരിക്കുന്നു, എന്തൊക്കെ ഹസാർഡുകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ വിലയിരുത്താണ് ആ ജോലി ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ പല രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ, ഒരു വ്യക്തിക്ക് നിന്ന് വർക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടോ, അതുപോലെ തന്നെ അവിടെ വേണ്ടത്ര ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അവിടെ നല്ല വായു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ നല്ല സേഫാണോ, ആ വ്യക്തിക്ക് വളരെ കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറേ ഫാക്ടേഴ്സ് അവിടെ, അതായത് റിസ്കുകൾ, ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ആവുന്നത് വരെ ഏതൊക്കെ റിസ്കുകൾ അവിടെ ഉണ്ട് എന്നുള്ളതിനെപ്പറ്റി നേരത്തെ വിലയിരുത്തുകയും അങ്ങനെ റിസ്കുകൾ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും അത് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്, ആ വ്യക്തിയുടെ മേത്ത് ആ വ്യക്തിയുടെ ദേഹത്ത് അത് അഫക്റ്റ് ചെയ്യുമോ, അതോ ചുറ്റുമുള്ള സറൗണ്ടിങ് ഏരിയയിൽ അത് അഫക്റ്റ് ചെയ്യുമോ, അതോ പരിസ്ഥിതിക്കാണോ അത് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്ത് അസസ് ചെയ്തിട്ട് നമ്മളൊരു റിസ്ക് അസസ്മെൻറ്റ് ഫോം ഉണ്ടാക്കും. അതിനുശേഷം ആ റിസ്കിനെ കുറയ്ക്കാനായിട്ടുള്ള മിറ്റിഗേഷൻ പ്ലാനുകൾ നമ്മളുണ്ടാക്കും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ റിസ്കുകൾ കുറയും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ വിലയിരുത്തിയതിന് ശേഷം നമ്മൾ ഒരു സേഫ് രീതിയിലേക്ക് അതിനെ മാറ്റും. അതായത് റിസ്കുകളുള്ള കാര്യങ്ങളെ നമ്മൾ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ റിസ്കുകളെ കുറച്ചുകൊണ്ട് വളരെ റിസ്ക് താഴ്ന്ന രീതിയിലേക്ക് ആ ഒരു പ്രവൃത്തിയെ മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വ്യക്തികൾ ഈ റിസ്കുകളെ പറ്റി അവരെ ബോധവാന്മാരാക്കും. ഇങ്ങനെയുള്ളൊരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന കാര്യം ചെയ്യണം എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് അവരെ ആ വർക്കിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയുള്ളൂ. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പല ഇൻഡസ്ട്രികളിലും പല ഫീൽഡുകളിലും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറയാൻ വന്നത്, ഒരു റിസ്ക് അസസ്മെൻറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ. നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ച് വളർന്ന് വലുതായി അവസാനിക്കുന്ന സമയം വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ഏതൊക്കെ റിസ്കുകളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭൂമി, പ്രപഞ്ചം എല്ലാം അതിലാണ് നമ്മൾ വസിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് മുതിരാറില്ല. നമുക്കറിയാം, ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നവരോ വളരെ ചുരുക്കമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് വ്യൂസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബ് വീഡിയോസ് ട്രെൻഡിങ് ആവുന്ന വീഡിയോസ് അല്ലെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുടെ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം കിടക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലായിരിക്കും.
എൻ്റർടൈൻമെൻറ്റ്, ഫണ്ണ്, സ്പോർട്സ്, ഗെയിം ഇതുപോലുള്ള മേഖലകളിലായിരിക്കും കൂടുതലും വ്യൂവേഴ്സ് കിടക്കുന്നത്, കൂടുതൽ ആൾക്കാർ സമയം ചിലവഴിക്കുന്നത്, കൂടുതൽ ആൾക്കാർ മുഴുകുന്നതും ബിസിനസ് നടക്കുന്നതും ആ മേഖലയിലാണ്. പക്ഷേ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ കാതലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ മനുഷ്യൻ സമയം കൊടുക്കാറില്ല, അല്ലെങ്കിൽ മനുഷ്യൻ അതിനു വേണ്ടി താല്പര്യം കാണിക്കാറില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് അവൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പലരും ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട, വെറുതെ നമ്മൾ ടെൻഷൻ അടിക്കണ്ട, വെറുതെ ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട, നമുക്കിതൊന്നും കേൾക്കാതെ മാറി നിൽക്കാം, അല്ലെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, നമ്മളിപ്പോൾ എൻജോയ് ചെയ്യേണ്ട സമയമാണ്, ആ സമയം കൊണ്ട് ഒരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ ഒരു ഫൺ വീഡിയോ കാണാം, അങ്ങനെ നമ്മുടെ മനസ്സിനെ സന്തോഷത്തിൽ നിലനിർത്താമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള റിയാലിറ്റീനെ ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചിന്തിക്കാനും നിൽക്കാറില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് അല്ലെങ്കിൽ ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ റിസ്ക്കുകളാണ് മനുഷ്യൻ അനുഭവപ്പെടുന്നത്? നമ്മളായിരിക്കുന്ന ഒരു പ്രപഞ്ചം തന്നെ എടുത്തു നോക്കാം അല്ലേ. ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യമാണ്? ബേസിക്കായിട്ട് അവന് ഭക്ഷണം, വെള്ളം, എല്ലാനും ഫുഡ് ആവശ്യമാണ്, ഷെൽട്ടർ ആവശ്യമാണ്, കാര്യങ്ങളൊക്കെയാണ്. അതിൽ കൂടാതെ എന്തൊക്കെ ആവശ്യമാണ് നമുക്ക്? നമ്മുടെ ഒരു പ്രപഞ്ചം, അതായത് ഓക്സിജൻ ആവശ്യമാണല്ലേ, വായു ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഭൂമിയിൽ നിലയുറപ്പിക്കണം അല്ലേ, എവിടെയെങ്കിലും നമുക്ക് നിൽക്കണം. ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അവിടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു പുൾ ആവശ്യമാണ്, നമ്മളെ ഭൂമിയിൽ നിലനിർത്തുന്ന ഒരു ഘടകം അവിടെ ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്? നമുക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അല്ലേ. വേറെ സ്ഥലങ്ങളിൽ നിന്നൊന്നും നമ്മളുടെ ഏരിയയിൽ അതിക്രമിച്ച് കിടക്കാൻ പാടില്ല. നമ്മളുടെ ഏരിയ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പണ്ട് രാജാക്കന്മാർ തങ്ങളുടെ കോട്ട ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ടെറിട്ടറിയിലേക്ക് ആരും കിടക്കാൻ പാടില്ല. കാരണം നമുക്കറിയാം, പ്രപഞ്ചത്തിൽ നിരവധി ഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, നിരവധി മീറ്റിയോഴ്സ് വരുന്നുണ്ട്, അന്യഗ്രഹ ജീവികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതും ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കരുത്, നമ്മളെ അടുത്തേക്ക് എത്തരുത്. അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായേ തീരും. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം, അതുപോലെ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു ടെമ്പറേച്ചറിൽ നമ്മൾ പോകണം. നമുക്ക് വളരെ കൂടുതൽ ടെമ്പറേച്ചറും പറ്റില്ല, കുറവ് ടെമ്പറേച്ചറും പറ്റില്ല, ഒരു മീഡിയം ലെവലിൽ നമുക്ക് പോകണം. അതുപോലെ തന്നെ അതൊന്നും ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് പ്രകൃതിയിൽ കാണുന്ന നമുക്ക് കുറേ മാനസിക ഉല്ലാസത്തിന് നിരവധി പ്രകൃതിയെ കാണണം, നമുക്ക് ഗ്രീനറി കാണണം, പൂക്കളെ കാണണം, അതിൻ്റെ ഗന്ധം ആസ്വദിക്കണം, ഫലങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾ, നമ്മൾ സ്നേഹിക്കാനുള്ള ആൾക്കാർ വേണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ ബാഹ്യമായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. ഇതൊന്നുമില്ലെങ്കിൽ നമ്മളൊരു വളരെ ഒരു മരുഭൂമിയിലാണ് ജീവിതം മുഴുവൻ അവസാനം വരെ ഒന്നുമില്ലാത്ത സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മൈൻഡ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്ത ഏത് ലെവലിലായി പോകും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരാളെ കൊണ്ട് ഒരു മരുഭൂമിയിൽ ജനിച്ച് അവിടെ തന്നെ വളർന്ന് മരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയും പ്രകൃതിയിൽ വളരുന്ന ഒരാളുടെ മാനസികാവസ്ഥയും എങ്ങനെയായിരിക്കും നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് ബാഹ്യമായ കാര്യങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തെ എടുക്കാം. മനുഷ്യ ശരീരത്തെ അറിയുന്നവർക്കറിയാം, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡിൽ എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. തലച്ചോറ്, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ സൃഷ്ടിച്ചവർക്കറിയാം, കമ്പ്യൂട്ടർ ഉണ്ടാക്കിയവർക്കറിയാം എന്തൊക്കെ ഘടകങ്ങൾ അതിലുണ്ട്. മെമ്മറി, CPU, അതുപോലെ തന്നെ അതിൻ്റെ ഹാർഡ്വെയറുകൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ബുദ്ധിയും മനുഷ്യ ശരീരവും പ്രവർത്തിക്കണമെങ്കിൽ നിരവധി കാര്യങ്ങൾ ഒരു സെക്കൻഡിൽ വളരെ സിങ്ക്രണൈസ്ഡ് ആയിട്ട് നടന്നേ തീരും അല്ലേ. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ മനുഷ്യ ശരീരത്തെ നമ്മളൊന്ന് ഒരു സെക്കൻഡ് നമ്മൾ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് ശ്വാസം എടുത്ത്
പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സെക്കൻഡിൽ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ശരീരത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതും നമുക്കറിയില്ല. ആന്തരികാവയവങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ ശരീരത്തെ അത്രയധികം നമ്മൾ പല രീതിയിൽ നമ്മളൊന്നും നോക്കാറില്ലല്ലേ. ശ്വാസം വലിക്കുന്ന പോലും നമ്മൾ അറിയാറില്ല. അതുപോലെ തന്നെ ഭക്ഷണം സമയത്ത് കഴിച്ചില്ലെങ്കിലും ഒന്നും ശരീരത്തിന് പെട്ടെന്നൊന്നും സംഭവിക്കാറില്ല. അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള എന്ത് നമ്മൾ കഴിച്ചു പോയാൽ ശരീരത്തെ ബാധിക്കുന്ന ഏറ്റവും ശരീരത്തിന് ഗുണകരമല്ലാത്തതും ശരീരത്തെ ദ്രോഹിക്കുന്നതുമായ കാര്യങ്ങൾ കഴിച്ചിട്ട് പോലും ശരീരം അതൊക്കെ റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാറുണ്ട് സ്വയം തന്നെ. അപ്പോൾ അങ്ങനെ ശരീരത്തിൻ്റെ ഘടന അല്ലേ. അതുപോലെ തന്നെ നിരവധി നേരത്തെ ബാഹ്യമായ റിസ്കുകളുടെ കൂടെ തന്നെ നമ്മുടെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുടെ റിസ്കുകളുണ്ട് അല്ലേ. നമ്മളൊരു വണ്ടി ഓടിക്കുന്നു, ഒരു ട്രാഫിക് കൂടെ പോകുന്നു. വണ്ടി ഓടിക്കുന്നവരിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്കാരെ മാത്രം എടുക്കാം കേട്ടോ, വിദേശീയരെ ഇപ്പോൾ എടുക്കണ്ട. ഇന്ത്യക്കാരിൽ പറയാം, വാഹനം ഓടിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഒരു വിശ്വാസിയായിരിക്കും. കാരണം അവനറിയാം ഒരു വണ്ടി ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ മതി, അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ മതി തൻ്റെ ജീവനും പോകാനും മറ്റുള്ളവരുടെ ജീവനും പോകാനെന്ന് അവനെ നല്ലൊരു ഡ്രൈവർക്ക് അറിയാം. അല്ലാതെ അവൻ്റെ കഴിവല്ലാന്ന് അവന് എപ്പോഴും ബോധ്യം ഉണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത്, അതായത് എപ്പോൾ വേണമെങ്കിലും അവന് പലരും രാത്രിയൊക്കെ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, അവർ പലപ്പോഴും പെട്ടെന്ന് കുറഞ്ഞു പോകാറുണ്ട്. പക്ഷെ പെട്ടെന്ന് അതൊക്കെ നേരെ പോകും. അപ്പോൾ അവർക്കുള്ളിൽ തന്നെ ഒരു വിശ്വാസമുണ്ട്, ആരോ നമ്മളെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആരോ എന്നെ സംരക്ഷിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെയുള്ള വിശ്വാസമാണ് അവരെ പലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടിയെടുക്കാനൊക്കെ തോന്നിക്കുന്നത്. അവരുടെ ലിമിറ്റേഷൻ അവർ പലപ്പോഴും മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോൾ എന്നല്ല. അപ്പോൾ അങ്ങനെ കുറേ റിസ്കുകളുണ്ട്. നമുക്കറിയാം നിരവധി റിസ്കുകൾ മനുഷ്യ ജീവിതത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും റിസ്കുകൾ, ഇത്രയും കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇതിനൊക്കെ അക്കമിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുകയാണ്. ഓക്സിജൻ്റെ ലെവൽ ഇത്രയും കൂടാൻ പാടില്ല, ഇത്രയും ഓക്സിജൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ഭൂമിയിൽ തീപിടുത്തം ഉണ്ടാവും. നമുക്കറിയാം അന്തരീക്ഷത്തിൽ എത്രമാത്രം ഓക്സിജൻ ഉണ്ട്, എത്ര നൈട്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. ഇതിൻ്റെ അളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ളതൊരു ക്ലോസ്. അങ്ങനെ ഓരോന്ന് എഴുതി വയ്ക്കുകയാണ്. നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ഋതുക്കൾ, ഇങ്ങനെയുള്ള സീസൺസ്, എല്ലാ കാര്യങ്ങളെയും നമ്മൾ എഴുതി വയ്ക്കുകയാണ്. അതുപോലെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഈ ഒരു സെക്കൻഡിൽ ഇന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നാലാണ് എൻ്റെ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ. ഹാർട്ട് ഇത്രയും പ്രവർത്തിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിന് ഇത്രയും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളൊരു പേപ്പറിൽ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 100-200 പേജോളം നമുക്കിങ്ങനെ എഴുതാനുണ്ടാവും റിസ്കുകൾ. ഓക്കെ, റിസ്കുകൾ നമ്മളപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. റിസ്കുകൾ, പക്ഷേ അങ്ങനെയുള്ള റിസ്കുകൾ അവിടെയുണ്ട്, പക്ഷേ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ശരിയായുള്ളൊരു യുക്തിയിൽ കൂടെ ചിന്തിക്കുന്നവന് ഈ ഓക്സിജൻ ആരാ നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ജനിച്ചപ്പോൾ മുതൽ ഇതുണ്ട്. മനുഷ്യൻ ഉള്ളത് മുതൽ അവൻ അറിയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയാണെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ കൺട്രോളിലാണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മനുഷ്യൻ കൂടുതലും ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടേ ഇരുന്നിട്ടുള്ളൂ അല്ലേ. നമ്മൾക്ക് കഴിയാവുന്ന രീതിയിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നു. നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ ഇതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനുഷ്യനെ വീണ്ടും ഇതൊന്നും കുഴപ്പമില്ല, ഇത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് എന്നുള്ള മനോഭാവത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത് അല്ലേ. മനുഷ്യൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം എനിക്ക് സ്വന്തമാണ്, ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഇതുപോലെ നടക്കാനായിട്ട് ഒരു സെക്കൻഡിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കപ്പെടാനായിട്ട് ഞാൻ അവകാശിയാണെന്ന് മനുഷ്യൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന് എന്ത് അവകാശമുണ്ട് ഇതിന്? ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട് മനുഷ്യന് എന്ത് അവകാശമുണ്ട്? നിങ്ങൾ ഏത് പരിണാമത്തിൻ്റെ കഥ പറഞ്ഞാലും
പരിണാമത്തിൻ്റെ സ്റ്റോറി നിങ്ങൾ വിശ്വസിപ്പിച്ച് അത് വിശ്വസിപ്പിക്കാനും തെളിവുകളും കണ്ടെത്തി അതിനെ വിശ്വസിപ്പിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള ബുദ്ധിയുടെ ഒരു അംശം മതി ഈ കാര്യങ്ങൾ, ഇത്രയും നടക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ മനുഷ്യനത് ബോധമുള്ളവനെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ബോധം എന്നുള്ളതും ഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ബോധമുള്ളവന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഇത്രയും റിസ്കുകളുടെ ഇടയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്, പക്ഷേ ഈ റിസ്കുകൾ ഇത്രയും ഉണ്ടെങ്കിലും ഞാനിപ്പോഴും ജീവിക്കുന്നു. അത് ഞാൻ കൺട്രോൾ ചെയ്തിട്ടല്ല, എൻ്റെ ശരീരത്തെ ഞാൻ കൺട്രോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുക, ഞാൻ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാറില്ല. കയ്യിൽ തോന്നുന്നത് ആഗ്രഹിക്കുന്നതൊക്കെ ഭക്ഷിക്കും, പക്ഷേ അതൊക്കെ എൻ്റെ ശരീരത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാനത് ചിന്തിക്കാറില്ല. കാരണം എനിക്ക് രോഗങ്ങളൊന്നും വരാത്തതുകൊണ്ട് എപ്പോഴാണ് എനിക്കൊരു രോഗം വരുന്നത് അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നത്, അയ്യോ ഇതൊക്കെ കഴിച്ചത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതിരുന്നത് തെറ്റായിപ്പോയി എന്നൊക്കെ അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മനുഷ്യനിപ്പോഴും ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? വളരെ അടുത്ത കാലഘട്ടത്തിലല്ലേ. മനുഷ്യൻ്റെ ഉൽപ്പത്തി എടുത്തു നോക്കുകയാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് മനുഷ്യന് തോന്നി തുടങ്ങിയത്? കാരണം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് മനുഷ്യന് മനസ്സിലായത് മുതലാണ് ഭൂമിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ കാർബണിൻ്റെ എമിഷൻ കുറയ്ക്കണം എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ്. നമുക്ക് തെറ്റായ ഒരു ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ പല ദുരന്തങ്ങളുടെയും പിറകിൽ നമ്മൾ ചിന്തിച്ച് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനപ്പോൾ തീരുമാനിക്കണം, ഓക്കെ ഈ പ്രപഞ്ചത്തെ ഇപ്പം എൻ്റെ അസന്തുലിതാവസ്ഥ എനിക്കിപ്പോൾ നേരെയാക്കാൻ കഴിയും, ഞാനിപ്പോൾ തന്നെ മരം അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാര്യം ചെയ്ത് എൻ്റെ കൺട്രോളിൽ ഞാൻ നിർത്തുമെന്ന് പറയുന്നത് അതും ഒരു വലിയൊരു അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രപഞ്ചത്തിൽ വളരെ ഡോട്ടിൻ്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് അംശത്തിൽ താഴെയുള്ള മനുഷ്യന് ഈ പ്രപഞ്ചത്തെ നിലനിർത്താൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്ത് തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്, ഏറ്റവും വലിയ മണ്ടത്തരാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും ഈ പ്രപഞ്ചം റൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു നിയമത്തിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത്, അതായത് നമ്മളെ പ്രകൃതി ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയാൻ പ്രകൃതി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയെന്ന് പറയാം, അല്ലെങ്കിൽ പറയാം പ്രകൃതി നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നതൊക്കെ നമുക്ക് നമുക്ക് ദാനം തന്നുകൊണ്ടിരിക്കുകയാണ്. ദാനം കിട്ടിയ പശുവിനെ നമ്മൾ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പല്ലെണ്ണി നോക്കരുതെന്ന്. അപ്പോൾ നമുക്ക് ഓരോ സമയവും നമ്മളെ ദാനം തന്നുകൊണ്ട് നമ്മൾ ദാനത്തിലാണ്. അതായത് നിങ്ങളൊക്കെ കടക്കാരനാണ്, പ്രകൃതിയുടെ കടക്കാരനാണ്, നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ കടക്കാരനാണ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ തന്നെ കടക്കാരനാണ്. നിങ്ങൾ നിൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തേ? അപ്പോൾ പറയും ഈ ശരീരം എൻ്റെ ആണെന്ന് പറയും, എനിക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്ന സമയത്ത് അതിനു മുമ്പേ തന്നെ നിങ്ങളുടെ ശരീരമുണ്ട്. നിങ്ങൾ എവിടെ നിന്നോ കൊണ്ടുവന്ന ശരീരമല്ലല്ലോ, തന്നെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പലരും വളരെ സിമ്പിളായിട്ട് അതിനെ വാദത്തെ ഖണ്ഡിക്കുന്നത് എൻ്റെ ശരീരം തന്നെയാണ് ഞാൻ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ആ വാക്ക് തന്നെ അതാണ് പറയുന്ന അഹങ്കാരം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത് അപ്പോഴാണ്. മനുഷ്യൻ ഈ പ്രകൃതിയിൽ ഒന്നുമല്ലായിരിക്കെ, മനുഷ്യൻ സ്വന്തം ശരീരത്തിൽ തന്നെ ഒന്നുമല്ലായിരിക്കെ, എല്ലാം തൻ്റേതാണെന്നുള്ള ഭാവത്തിൽ, എല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത് എന്ന് പറയുന്നത്. ആ അഹങ്കാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ കണ്ണിലുള്ള അഹങ്കാരമാണ്, നമ്മുടെ മനുഷ്യൻ്റെ അഹങ്കാരമല്ല. മനുഷ്യനോട് കാണിക്കുന്ന അഹങ്കാരവും അതൊക്കെ ചെറിയ അഹങ്കാരം, അതിനേക്കാളും വലിയ അഹങ്കാരമാണത്. അത് മനുഷ്യനെ ആൾക്കും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ അഹങ്കാരത്തിൻ്റെ സ്വരമാണ് പലപ്പോഴും നമ്മൾ കാണിക്കുന്നത്. ആ അഹങ്കാരത്തിൻ്റെ സ്വരമാണ് എൻ്റെ ശരീരം
എനിക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം. എൻ്റെ ശരീരത്തെ എൻ്റെ അവകാശി ഞാൻ മാത്രമാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അതുപോലെ ഈ പ്രകൃതി എൻ്റെയാണ്, എനിക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം, എനിക്ക് എന്ത് വേണമെങ്കിലും ഇതിന് മാറ്റം വരുത്താം. അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നും ഈ പ്രകൃതിനെ ഞാനാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ചിന്ത കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എനിക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ എൻ്റെ കൈക്കുമ്പിളിലാണ്. എനിക്കറിയാത്ത രഹസ്യങ്ങളൊക്കെ രഹസ്യങ്ങളല്ല. അതായത് എനിക്ക് തെളിവില്ലാത്തത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അംശത്തിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോട്ടിൻ്റെ ലക്ഷക്കണക്കിന് അംശത്തിൻ്റെ ഒന്നായിട്ടുള്ള ഞാൻ, എൻ്റെ ബുദ്ധിയിൽ വരാത്ത ഒരു കാര്യവും സത്യമല്ല. അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയാത്ത സത്യമൊന്നും സത്യമല്ല. ഞാൻ കണ്ടെത്തുന്നത് മാത്രമാണ് സത്യം. ഞാൻ അറിഞ്ഞത് മാത്രമാണ് സത്യം. എനിക്ക് അറിയാൻ കഴിയുന്ന ലെവലിൽ നിൽക്കുന്നത് മാത്രമാണ് സത്യം. അല്ലാത്തതൊന്നും സത്യമല്ല. അപ്പോൾ അതാണ് മനുഷ്യൻ പറയുന്ന വാക്ക്. അപ്പോൾ ആ മനുഷ്യൻ്റെ വാക്കിലെ അഹങ്കാരത്തിൻ്റെ ആ ധ്വനിയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ നമ്മൾ മാറ്റിയെടുത്താൽ, ദൈവത്തിനെ ഇപ്പോൾ ഒന്നുകൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പ്രപഞ്ചത്തെ മാത്രം എടുത്താൽ മതി. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും മനുഷ്യനത് പറയുമ്പോൾ. അതുപോലെ വേറൊരു വലിയൊരു അഹങ്കാരം എന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചം മാപ്പ് കൊടുക്കാത്ത ഒരു അഹങ്കാരം ഇതായിരിക്കും. ദൈവം മാപ്പ് കൊടുക്കേണ്ട കാര്യം അവിടെ വിടട്ടെ, ദൈവത്തെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണ്ട. പക്ഷേ പ്രപഞ്ചം കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രപഞ്ചം ഉണ്ടല്ലോ, അതായത് നമ്മൾ പറയില്ലേ, ഒരാളെ പറ്റി, ഒരു നല്ലൊരു വ്യക്തിയെ പറ്റി ഒരാളിരുന്ന് മോശം വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി അറിയണമെന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി വന്ന് പ്രതികരിക്കണമെന്നില്ല. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും തോന്നും അവർക്കറിയാം ഈ വ്യക്തി നല്ലതായിരുന്നു എന്ന്. അപ്പോൾ അയാളെപ്പറ്റി ഇങ്ങനെ മോശം വാക്ക് ഉപയോഗിച്ച് ആ വ്യക്തിയെ വളരെയധികം ദ്രോഹിച്ചുകൊണ്ട് വാക്ക് പ്രയോഗിക്കുമ്പോൾ ഈ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കൈ അറിയാതെ വേണമെങ്കിൽ പൊന്തിപ്പോവും, അല്ലേ? കാരണം അവരിത് എത്ര സമയം കേട്ടുകൊണ്ടിരിക്കും, എത്ര സമയം ഇവരുടെ ഈ പുലമ്പൽ, ഇവൻ്റെ അഹങ്കാരം നിറഞ്ഞ വാക്ക് ചുറ്റും കൂടി നിൽക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത്. ഈ പ്രപഞ്ചത്തൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ കൈ തരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൈ പ്രയോഗിക്കരുതെന്ന് വിലക്കിയിട്ടുള്ളത് കൊണ്ട് ആ പ്രപഞ്ചം ഇപ്പോഴും അതങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമയം വരെ. എവിടം വരെ പോകുമെന്ന് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ഈ വേറൊരു അഹങ്കാരത്തിൻ്റെ സ്വരമാണ് നേരത്തെ പറഞ്ഞൊരു കാര്യം പോലെ തന്നെ, മനുഷ്യൻ്റെ ശരീരം ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനെ പറ്റിയുള്ള പല വാഗ്വാദങ്ങൾ കേൾക്കാനിടയായി. അപ്പോൾ അതിൽ ഒരു മനുഷ്യൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്, എൻ്റെ ശരീരം ഒരു ഇൻ്റലിജൻ്റ് ഡിസൈൻ അല്ല. അതായത് എൻ്റെ ശരീരം എന്ന് പറയുന്നത് വളരെ വേസ്റ്റായിട്ടുള്ളൊരു ഡിസൈനാണ്. എൻ്റെ അവയവങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മോശമാണ്. അത് ഒട്ടും നല്ലതല്ലാത്ത ഒരു ഡിസൈനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുണ്ടാക്കിയ ആൾ, അങ്ങനെ ഒരാൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ഏറ്റവും വലിയ മണ്ടനാണ് എന്ന് വിളിച്ച് പറയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക, ഇങ്ങനെ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഞാനൊരു പാവേനെ ഉണ്ടാക്കി. ആ പാവ എൻ്റെ ഭാവനയ്ക്കനുസരിച്ചിട്ടുള്ളൊരു പാവയാണത്, അല്ലേ? ആ പാവയ്ക്ക് ഞാനൊരു ബാറ്ററി ഇട്ട് ഒരു ജീവൻ കൊടുത്തു. അപ്പോൾ പാവ വിളിച്ച് പറയാണ്, ഞാനിങ്ങനെയല്ല ആവണ്ടേ, ഞാൻ വേറെ രീതിയിലാണ് ആവണ്ടേ, നിങ്ങളെന്ത് ധൈര്യത്തിലാണ് എന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ഈ പാവ തിരിച്ച് ഈ ഉണ്ടാക്കിയ ക്രിയേറ്ററോട് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾക്ക് അങ്ങനെയുള്ളൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയൊരു കാര്യം തിരിച്ച് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ചെറിയ ലൈറ്റ് വെർഷനാണ് നമ്മുടെ മക്കളെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മുടെ മക്കളെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി, അതായത് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കെ തൻ്റെ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ടും അവരെ
അവരെ വളർത്തി വലുതാക്കിയ മക്കൾ തിരിഞ്ഞു നിന്ന് നമ്മളോട് ഒരു സമയത്ത് ചോദിക്കുകയാണ്, എന്ത് രൂപമാണ് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് വലിയ നിറമുണ്ടോ? എനിക്ക് സൗന്ദര്യമുണ്ടോ? എനിക്ക് ആരോഗ്യമുണ്ടോ? ഇതുപോലുള്ള ഒരു ശരീരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് പറഞ്ഞ് ഈ മകൻ ഈ മാതാപിതാക്കളെ തെറി വിളിക്കാന്ന് കരുതി. അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം, ഈ മാതാപിതാക്കൾ ഈ മകനെ വളർത്താനായിട്ട് എത്രയധികം കഷ്ടപ്പെട്ട് അവരുടെ ജീവിതവും കളഞ്ഞ് വളർത്തി വലുതാക്കി കൊണ്ടുവന്നപ്പോൾ ഒരു സമയത്ത് ഈ മക്കൾ തിരിഞ്ഞു നിന്ന് ഈ മാതാപിതാക്കളെ വെല്ലുവിളിക്കുകയും തെറി വിളിക്കുകയും അടിക്കാൻ ഓങ്ങുകയും ചെയ്യാണ്. കാരണം എന്താ? എന്നെ ഉണ്ടാക്കിയത് നല്ല രീതിയിലല്ല ഉണ്ടാക്കിയെന്ന്. എനിക്ക് കളറില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് ഭംഗിയില്ല, നിങ്ങളെന്ത് നോക്കിയിട്ടാണ് എന്നെ ഉണ്ടാക്കിയെന്ന് ചോദിക്കണേ. അപ്പോൾ ആ വാക്ക് എത്രമാത്രം നിങ്ങളെ പ്രകോപിപ്പിക്കും. ആ വാക്ക് അതുപോലെ തന്നെയാണ് ഇതുപോലുള്ളൊരു വാക്കും ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ കൈതിരിക്കുന്നത്. ഇവന് സ്വന്തമായിട്ട് ഒന്നും അവൻ ഉണ്ടാക്കിയിട്ടില്ല, സ്വന്തമായിട്ട് അവൻ അറിയില്ല. അവൻ ബോധം വെച്ചപ്പോഴേ അവൻ്റെ ശരീരമുണ്ട്, ബോധം വെച്ചപ്പോഴേ അവൻ എല്ലാ പ്രപഞ്ചവും അവൻ്റെ കൈക്കുമ്പിളിൽ നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് അവനിരുന്ന് ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതുണ്ടാക്കിയവന് ബോധമില്ലേ? എൻ്റെ അവയവങ്ങളുടെ സ്ഥാനങ്ങൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ വേണ്ടേ? ഇതെന്ത് ഡിസൈനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ പ്രപഞ്ചം കേൾക്കുമാർ അവൻ അട്ടഹസിച്ച് പരിഹസിച്ച് ചിരിക്കുമ്പോൾ ഇതുണ്ടാക്കിയവൻ ഇടപെടണമെന്നില്ല. ചിലപ്പോൾ ചുറ്റുമുള്ളവർ ഇടപെട്ടു പോകും. അതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും സംഭവിച്ചു പോയ കാര്യങ്ങളുടെയൊക്കെ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പല ദുരന്തങ്ങളും സംഭവിച്ചത്. അപ്പോൾ അതിനൊക്കെ അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. മനുഷ്യൻ ഇരുന്ന് പുലമ്പുന്നത് ഈ പ്രപഞ്ചത്തിലാണല്ലോ. പ്രപഞ്ചത്തിന് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല ചിലപ്പോൾ ഒക്കെ. അപ്പോൾ അതാ ഒന്നാമത്തെ ഒരു സംഭവം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യത്തെ പറ്റിയും കൂടി ഞാൻ പറയാണ്. നമ്മളിവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എത്രയധികം ടെൻഷൻ അനുഭവിച്ചു, അല്ലെങ്കിൽ എത്രയധികം അവർ ബുദ്ധിമുട്ടി. ആ സമയത്ത് അവർ വിളിക്കാത്ത ദൈവങ്ങളില്ല അല്ലേ? ഉള്ളിൽ ദൈവത്തെ വെറുത്ത് മാറ്റിയവർ വിളിച്ചു വെച്ചാൽ മനസ്സിൽ ഏതെങ്കിലും ഒരു അംശത്തിൽ എപ്പോഴെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുഖം അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവങ്ങളെയൊക്കെ അവർ അന്ന് വിളിച്ചിട്ടുണ്ട്. അത് വിളിക്കാത്തവരാരുമില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും നമുക്ക്. കാരണം അത്രയധികം വേദനയിൽ കൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൻ്റെ നിമിഷങ്ങൾ. ഞാനും അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ആൾക്കാരെ ഓർത്തുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ന്യൂസ് വരുമ്പോൾ അറിയാം, ഇത്രയധികം വെള്ളം കയറി, ഇനിയും മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഓരോ സ്ഥലങ്ങളിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നു, വീടിനെത്തുന്നു, വീട് ഒരു നില നിറയുന്നു, രണ്ടാമത്തെ നിലയിലേക്ക് വെള്ളം എത്തുന്ന സ്ഥിതിയിലേക്ക് ആവുന്നു. അപ്പോൾ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ, നമ്മളുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നെല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, നമ്മൾ മനുഷ്യരായെന്നുള്ള രീതിയിൽ നമ്മൾ ആ സമയത്ത് മനുഷ്യത്വം പ്രകടമാക്കി. നിരവധി പേര്, മത്സ്യത്തൊഴിലാളികളും നിരവധി പേരും സഹായിക്കാനായിട്ട് വന്നു. എല്ലാവരെയും പരസ്പരം സഹായിച്ച് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ അതിനൊരു സമയം അവിടെ കിട്ടി നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ? ഒരു ദിവസം കൂടി ആ മഴ, ഞാൻ പറയാണ് 3-4 ദിവസമാണ് മഴ, 3 ദിവസമാണ് മഴ നിന്ന്, ഒരു ദിവസം കൂടി ആ മഴ, കനത്ത മഴയും കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പദ്ധതിക്കും അല്ലെങ്കിൽ ഒരു രീതിയിലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞ വാക്ക്, ആരും ആശങ്കപ്പെടേണ്ട, ജാഗ്രത മതി എന്നുള്ളത്. ആരും പരിഭ്രാന്തരാവേണ്ട, ജാഗ്രത മതി എന്നുള്ള വാക്കാണ് എപ്പോഴും ടി വികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ
ഈ വാക്ക് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് തന്നെ പലപ്പോഴും ബോധ്യപ്പെട്ടു, ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ? കാരണം ഗവൺമെൻറ്റിന് അതേ പറയാനായിട്ട് നിർവാഹമുള്ളൂ. അല്ലാതെ എല്ലാവരും പേടിപ്പിച്ച് ഓടിക്ക് എവിടേക്ക് രക്ഷപ്പെടും? ഒരു സ്ഥലത്തും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സന്നാഹങ്ങൾ നമ്മുടെ കയ്യിലില്ല. അല്ലെങ്കിൽ എല്ലാവരുടെയും ചിന്ത ഈ വെള്ളം കൂടി ഇനി വലിയ വലിയ അണക്കെട്ടുകൾ പൊട്ടി വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് അത് മാറുമോ എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ പ്രവാചകർക്കും അറിയണ്ടായിരുന്നില്ല എത്ര താൾ വരെ ഈ മഴ നിൽക്കും, ഇതെവിടം വരെ ചെന്ന് നിൽക്കും. ഒരു പഠനങ്ങളും അവരെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ മഴ നിന്നപ്പോൾ നമ്മുടെ കൺട്രോളിലേക്ക് എത്തി. അതുവരെ നമ്മുടെ കൺട്രോൾ വിട്ടു പോയിക്കൊണ്ടിരുന്നത്, നമ്മുടെ കൺട്രോളിൻ്റെ അപ്പുറത്ത് നിന്ന സംഭവത്തെ മഴ നിന്നതോടുകൂടി നമ്മുടെ കൺട്രോളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് ഇടപെടാനായിട്ട് സാധിച്ചു. നമ്മൾ വളരെയധികം പ്രവർത്തിച്ചു, പിന്നെ അതിൽ നിന്ന് കരകയറി പോന്നു. പക്ഷേ ആ നിമിഷം വരെ നമുക്കറിയില്ലായിരുന്നു എന്താണ് നെക്സ്റ്റ് ഡേ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇന്ന് ആ ഒരു മഴ ഒരു ദിവസം കൂടി മാറി നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു. അപ്പോൾ ഇനി അത് സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയും സംഭവിക്കും. പ്രളയമായിട്ടല്ലെങ്കിൽ വേറെ രീതിയിൽ. നമുക്കറിയാം കോവിഡ് വന്നപ്പോഴും ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായില്ലേ? ഇതേ രീതിയിൽ വികസിത രാജ്യങ്ങൾ പോലും പേടിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോയില്ലേ? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിരവധി ആൾക്കാർ തെരുവിൽ കിടന്ന് മരിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ട് അവർക്കിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അത് ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് സന്തോഷിച്ചു, എന്തെങ്കിലും നമുക്കതിൽ നിന്ന് അങ്ങനെ ഒരു, അല്ലെങ്കിൽ മനുഷ്യൻ പഠിക്കണം എന്ന്, മനുഷ്യന് ദുരന്തം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ടല്ല പറയുന്നത്. ഇത്രയധികം നമ്മൾ അനുഭവിച്ചിട്ടും നമുക്ക് മനസ്സിലായില്ലേ ഇത് നമ്മുടെ കൺട്രോളിലുള്ള സംഭവമല്ലാന്ന്? ഇപ്പോഴും നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ഒതുക്കാനും പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചരിത്രത്തിൽ ഇതുപോലെ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ആ സമയത്ത് ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതിൽ ഇപ്പോഴും പ്രകൃതി തന്നെ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് പാഠം പഠിപ്പിക്കാന്ന് പറയില്ലേ? ഇവർ എത്ര വരെ പോകുമെന്ന് നോക്കിയിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ ഒരു നല്ലൊരു പണി കൊടുക്കും. അപ്പോൾ അങ്ങനെയെങ്കിലും അവർ മനസ്സിലാക്കട്ടെ അവരെത്രമാത്രം ചെറുതാണ് ഈ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ എത്രമാത്രം കഴിവ് കുറഞ്ഞവരാണ്, എത്രമാത്രം ദുർബലരാണെന്ന് അവർക്ക് ബോധ്യമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മനുഷ്യൻ അതെല്ലാം കടന്നുകൊണ്ട് വീണ്ടും, അതായത് ഒരു മനുഷ്യനെ കുഴിയിലകപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒഴുക്കിലകപ്പെട്ട് മുങ്ങിത്താഴാറായ ഒരു മനുഷ്യനെ അവൻ ഹെൽപ്പിന് വേണ്ടി നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അതിന് അർഹതയില്ലായിരുന്നിട്ട് പോലും അവനെ കരയിൽ നിന്നൊരാൾ വന്ന് രക്ഷിച്ച് എടുത്ത് കരയിലേക്ക് എത്തിച്ചപ്പോൾ കരയിൽ നിന്നവനെ തെറി വിളിച്ചുകൊണ്ട് അവനെ ഉപദ്രവിച്ചുകൊണ്ട് വീണ്ടും അവൻ കരയിൽ കൂടെ നടന്നു പോകുന്ന സ്ഥിതിയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഇപ്പോഴും വീണ്ടും പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മ തന്നെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും പഴയ ലെവലിലേക്ക് നമ്മൾ മാറി. ഒരു പാഠവും നമ്മൾ പഠിച്ചിട്ടില്ല. ഇന്ന് നമ്മളിവിടെ ജീവിക്കുമ്പോൾ കഴിഞ്ഞു പോയതൊന്നും നമ്മൾക്ക് ഓർമ്മയില്ല. നമ്മൾ ഏത് രീതിയിൽ പലപ്പോഴും പലരും പറയാറുള്ളൊരു കാര്യമാണ്, വന്ന വഴി മറക്കരുത് മക്കളെന്ന്. നിങ്ങൾ ഈ തലമുറയിലുള്ള ജനം, നിങ്ങൾ ഇത്രയധികം കഷ്ടത കണ്ടവരാണ്, ഇത്രയധികം മനുഷ്യൻ്റെ നിസ്സഹായത കണ്ടവരാണ്. എന്നിട്ടും നിങ്ങൾക്ക് പഠിക്കാറായിട്ടില്ലേ? അപ്പോൾ നിങ്ങളിപ്പോഴും വന്ന വഴി മറന്നുകൊണ്ട് വീണ്ടും നിങ്ങൾ എന്തൊക്കെയോ എനിക്ക് ഇതൊന്നും അറിയേണ്ട എനിക്ക് ആവശ്യമില്ല, ഇതൊന്നും നാളെയും ഈ പ്രപഞ്ചം എനിക്ക് ഇതുപോലെ തന്നെ തന്നുകൊണ്ടിരിക്കും, നാളെയും ഭൂമി ഇവിടെ ഉണ്ടാവും, നാളെയും എനിക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ്, മറ്റന്നെയും ആഘോഷിക്കാനുള്ള ദിവസമാണ് എന്ന് കരുതിക്കൊണ്ട് ഇപ്പോഴും നിങ്ങൾ അതിൽ അഭിരമിച്ചുകൊണ്ട് പലരുടെയും വാക്ക് കേട്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം വരുമ്പോൾ അത് മനസ്സിലാവും.
അതേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മനുഷ്യനെ ബോധ്യപ്പെടുന്ന സമയങ്ങളുണ്ടല്ലോ, അതിന് ഓരോ സമയങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും, പക്ഷെ വീണ്ടും നമ്മൾ അതിൽ നിന്നും മാറി പിന്നെയും പോകും. അപ്പോൾ പിന്നെയും പോകുന്നവർക്ക് ആ രീതിയിൽ പോട്ടെ. അപ്പോൾ ബോധമുള്ള കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും, ആ കുറച്ച് പേരെങ്കിലും മതിയാവും നമുക്ക്. അപ്പോൾ ബാക്കിയുള്ള 1000 പേര് മനസ്സിലാക്കിയില്ലെങ്കിലും 1000-ൽ ഒരാൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളവന് മാത്രമാണ് യഥാർത്ഥത്തിൽ അവൻ ജീവിക്കുകയുള്ളൂ, യഥാർത്ഥത്തിൽ അവന് ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ, ഏതിൽ നിന്നൊക്കെ മാറി നിൽക്കണം, ഏതൊക്കെയാണ് തെറ്റെന്നും ശരിയെന്നും അവന് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ ഈ അഹങ്കാരം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാര്യത്തെപ്പറ്റി ബോധ്യമുള്ളവനെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, തല കുനിയും. നമ്മളെ എല്ലാവരും പറയാവുന്ന തല ഉയർത്തി പിടിച്ച് നടക്കണമെന്നാണ്. പക്ഷേ ഞാൻ പറയും തല താഴ്ത്തി നടക്കണം. തല താഴ്ത്തിയാലാണ് നമ്മൾ എത്രയും ദുർബലരാണെന്നോ, എത്രയധികം നമുക്ക് ബലഹീനതയുണ്ടെന്നോ, എത്രയധികം നമ്മൾ കടപ്പെട്ടവരാണ് ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക്, സ്വന്തം ശരീരത്തിന്, മറ്റുള്ളവർക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് കടപ്പെട്ടവരാണെന്ന് നമുക്ക് ബോധ്യമാവുള്ളൂ. അപ്പോൾ ആ തല കുനിച്ച് നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനെയും കാണാനായിട്ട് സാധിക്കും, നിങ്ങളുടെ ദൈവത്തെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വെൽക്കം ടു കോമൺ സെൻസ്.